നമസ്കാരം. പ്രധാന വാർത്തകൾ. ടോൾ പ്ലാസയിൽ ഇനി ക്യൂ നിൽക്കേണ്ട. ടോൾ പിരിക്കൽ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക്. 1 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോൾ പിരിക്കൽ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറ്റാനൊരുങ്ങുന്നു. ഇതോടെ ടോൾ പ്ലാസയിൽ ക്യൂ നിൽക്കേണ്ട സ്ഥിതി ഒഴിവാകുമെന്ന് ലോക്സഭയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഇലക്ട്രോണിക് സംവിധാനം 10 സ്ഥലങ്ങളിലാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. പണമിടപാടുകൾക്കായി ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ എന്ന ഏകീകൃത പ്ലാറ്റ്ഫോം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ വിൻസ്ക്രീനിൽ ഘടിപ്പിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ അധിഷ്ഠിത ഫാസ്ടാഗാണ് പുതിയ സംവിധാനം. ഉപഭോക്താവിന്റെ ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ടോൾ ഈടാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. റിമാൻഡ് നീട്ടുന്നതിനായി പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ 1 തവണ റിമാൻഡ് നീട്ടിയിരുന്നു. കട്ടിളപ്പാളി കേസിൽ 3ാം പ്രതിയായ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഡിസംബർ 3-ന് തള്ളിയിരുന്നു. കോട്ടയത്ത് തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവും സ്കൂൾ ബസും കൂട്ടിയിടിച്ചു. കോട്ടയം പൊൻകുന്നത്താണ് തീർത്ഥാടക വാഹനവും ബസും കൂട്ടിയിടിച്ചത്. പാലാ പൊൻകുന്നം റോഡിൽ 1ാം മൈലിൽ സ്കൂൾ ബസിന് പിന്നിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിക്കുകയായിരുന്നു. നിസ്സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂൾ ബസാണ് അപകടത്തിൽപ്പെട്ടത്. തൊട്ടാൽ പൊള്ളും മണ്ണെണ്ണ. സംസ്ഥാനത്ത് മണ്ണെണ്ണയ്ക്ക് വിലക്കയറ്റം. ലിറ്ററിന് 74 രൂപയായി ഉയർന്നു. 6 മാസം കൊണ്ട് മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 13 രൂപയാണ് കൂടിയത്. ജൂണിൽ ലിറ്ററിന് 61 രൂപയായിരുന്നു. ഇതാണ് ഡിസംബർ മാസമാകുമ്പോഴേക്കും 74 രൂപയായി ഉയർന്നത്. മണ്ണെണ്ണയുടെ വില ഉയർന്നതോടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റേഷൻ കടകളിൽ പോലും മണ്ണെണ്ണ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന് സംശയം. കൊച്ചി പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 4:30 മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ആട്ടുകല്ല് കണ്ടെത്തിയത്. ട്രാക്കിന്റെ നടുക്കാണ് ആട്ടുകല്ല് ഉണ്ടായിരുന്നത്. ആട്ടുകല്ലിന് അധികം വലുപ്പമില്ലാത്തതിനാൽ ട്രെയിൻ അതിനു മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇതേ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം റെയിൽവേ പോലീസിൽ അറിയിച്ചത്.